ഈസി ഇംഗ്ലീഷ് ഫോർ എവരി വൺ ഫ്രീ ഓൺലൈൻ കോഴ്സിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇംഗ്ലീഷിലെ ഏറ്റവും പ്രധാനപ്പെട്ട സിമ്പിൾ പ്രസൻറ്റ് ടെൻസിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഈ ടെൻസുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും വളരെ ലളിതമായി ഞാൻ ഈ ലെസണിൽ വിശദീകരിക്കുന്നുണ്ട്. ക്ലാസ് ശ്രദ്ധിച്ച് കേൾക്കുക, മനസ്സിലാക്കുക, പഠിച്ച കാര്യങ്ങൾ സംസാരത്തിൽ പ്രയോഗിക്കാൻ ശ്രമിക്കുക. നമുക്ക് ലെസണിലേക്ക് കടക്കാം. സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്. ഇംഗ്ലീഷിൽ ഏതെല്ലാം ടെൻസുകളാണുള്ളത് എന്ന് ഓൾറെഡി നമ്മൾ പഠിച്ചതാണ്. അവയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ഒന്നാമത്തേതുമായ ടെൻസാണ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൻ്റെ സെൻറ്റൻസ് സ്ട്രക്ചറാണ്. ഓരോ ടെൻസിനും ഓരോ സെൻറ്റൻസ് സ്ട്രക്ചർ ഉണ്ട്. അവ നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൻ്റെ സെൻറ്റൻസ് സ്ട്രക്ചർ സബ്ജക്റ്റ് പ്ലസ് V1 പ്ലസ് ഒബ്ജക്റ്റ്. ആദ്യം സബ്ജക്റ്റ് വരും, പിന്നെ വേർബിന് 3 ഫോം ഉണ്ട്: V1, V2, V3. സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ നമ്മൾ ഉപയോഗിക്കുക V1 ഫോമാണ്. എന്താണ് V1, എന്താണ് V2, എന്താണ് V3 എന്നൊക്കെ ഓൾറെഡി നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ സബ്ജക്റ്റ് ആദ്യം വരും, പിന്നെ V1 വരും, പിന്നെ ഒബ്ജക്റ്റ് വരും. ഇതാണ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൻ്റെ സെൻറ്റൻസ് സ്ട്രക്ചർ. ഒരു ഉദാഹരണം നോക്കാം. ഹീ പ്ലേസ് ക്രിക്കറ്റ്. അവൻ ക്രിക്കറ്റ് കളിക്കാറുണ്ട്. ഹീ പ്ലേസ് ക്രിക്കറ്റ്. അവൻ ക്രിക്കറ്റ് കളിക്കാറുണ്ട്. അപ്പോൾ ഇവിടെ ആദ്യം സബ്ജക്റ്റിനെ കൊടുത്തു ഹീ, പിന്നെ പ്ലേസ് വേർബിനെ കൊടുത്തു, പിന്നെ ക്രിക്കറ്റ് ഒബ്ജക്റ്റിനെ കൊടുത്തു. അപ്പോൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൻ്റെ സെൻറ്റൻസ് സ്ട്രക്ചർ സബ്ജക്റ്റ് പ്ലസ് V1 പ്ലസ് ഒബ്ജക്റ്റ്. നെക്സ്റ്റ്, ഇത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു നിയമമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ശ്രദ്ധിക്കുക. സബ്ജക്റ്റ് ഹി, ഷീ, ഇറ്റ്, സിംഗുലർ നൗൺ എന്നിവയിൽ ഏതെങ്കിലും ആണെങ്കിൽ വേർബിനോടൊപ്പം യെസ് അല്ലെങ്കിൽ ഇഎസ് ചേർക്കണം. സബ്ജക്റ്റ് ഹി എന്ന് പറഞ്ഞാൽ അവൻ, ഷീ എന്ന് പറഞ്ഞാൽ അവൾ, ഇറ്റ് എന്ന് പറഞ്ഞാൽ അത് അല്ലെങ്കിൽ ഇത്. സിംഗുലർ നൗൺ എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിനെയോ ഒരു വ്യക്തിയെയോ സൂചിപ്പിക്കുന്ന നൗണുകളെയാണ് സിംഗുലർ നൗൺ എന്ന് പറയുക. എന്നിവയിൽ ഏതെങ്കിലും ആണെങ്കിൽ വേർബിനോടൊപ്പം യെസ് അല്ലെങ്കിൽ ഇഎസ് ചേർക്കണം. അപ്പോൾ ഈ സെൻറ്റൻസിൽ ഇതാണ് സബ്ജക്റ്റ്. ഈ സബ്ജക്റ്റ് ഇവയിൽപ്പെട്ട ഏതെങ്കിലും ഒന്നാണെങ്കിൽ ഈ സബ്ജക്റ്റിന് ശേഷം വരുന്ന വേർബ്, സബ്ജക്റ്റിന് ശേഷം വേർബാണ് വരിക. ആ വേർബിൻ്റെ അവസാനം എസ്സോ ഇഎസ്സോ ചേർക്കണം. ചില വേർബിൻ്റെ അവസാനം എസ് ആണ് ചേർക്കേണ്ടത്, ചില വേർബിൻ്റെ അവസാനം ഇഎസ് ആണ് ചേർക്കേണ്ടത്. ഓക്കെ. ദെൻ സബ്ജക്റ്റ് ഐ, യു, ദൈ, വി, പ്ലൂരൽ നൗൺ എന്നിവയിൽ ഏതെങ്കിലും ആണെങ്കിൽ വേർബിനോടൊപ്പം യെസ് അല്ലെങ്കിൽ ഇഎസ് ചേർക്കരുത്. സബ്ജക്റ്റ് ഐ എന്ന് പറഞ്ഞാൽ ഞാൻ, യു എന്ന് പറഞ്ഞാൽ നീ അല്ലെങ്കിൽ നിങ്ങൾ, ദൈ എന്ന് പറഞ്ഞാൽ അവർ, വി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ. പ്ലൂരൽ നൗൺ എന്ന് പറഞ്ഞാൽ ഒന്നിലധികം വസ്തുക്കളെയോ വ്യക്തികളെയോ സൂചിപ്പിക്കുന്ന നൗണുകളെയാണ് പ്ലൂരൽ നൗൺ എന്ന് പറയുക. അപ്പോൾ സബ്ജക്റ്റ് ഇവയിൽപ്പെട്ട ഏതെങ്കിലും ആണെങ്കിൽ വേർബിനോടൊപ്പം യെസ് അല്ലെങ്കിൽ ഇഎസ് ചേർക്കരുത്. അപ്പോൾ ഇത് സബ്ജക്റ്റ്, ഈ സെൻറ്റൻസിലെ സബ്ജക്റ്റ് ഇതാണ്. ഈ സബ്ജക്റ്റിൻ്റെ സ്ഥാനത്ത് ഇവയിൽപ്പെട്ട ഏതെങ്കിലും ഒന്നാണെങ്കിൽ ഈ വേർബിൻ്റെ കൂടെ എസ്സോ ഇഎസ്സോ ചേർക്കാൻ പാടില്ല. ഓക്കെ, ക്ലിയർ അല്ലേ? വളരെ പ്രധാനപ്പെട്ട നിയമമാണ്. അപ്പോൾ സബ്ജക്റ്റ് ഇവയിൽപ്പെട്ട ഏതെങ്കിലും ഒന്നാണെങ്കിൽ വേർബിൻ്റെ അവസാനം എസ്സോ എസ്സോ ചേർക്കണം. ഇനി സബ്ജക്റ്റ് ഇവയിൽപ്പെട്ട ഏതെങ്കിലും ഒന്നാണെങ്കിൽ വേർബിൻ്റെ അവസാനം എസ്സോ എസ്സോ ചേർക്കരുത്. ഓക്കെ, ഉദാഹരണങ്ങൾ നോക്കാം. അപ്പോൾ ഒന്നുകൂടി കാര്യങ്ങൾ വ്യക്തമാകും. ഹീ പ്ലേസ് ക്രിക്കറ്റ് എവരി ഡേ. അവൻ എല്ലാ ദിവസവും ക്രിക്കറ്റ് കളിക്കാറുണ്ട്. ഷീ പ്ലേസ് ക്രിക്കറ്റ് എവരി ഡേ. അവൾ എല്ലാ ദിവസവും ക്രിക്കറ്റ് കളിക്കാറുണ്ട്. നൗഫൽ പ്ലേസ് ക്രിക്കറ്റ് എവരി ഡേ. നൗഫൽ എല്ലാ ദിവസവും ക്രിക്കറ്റ് കളിക്കാറുണ്ട്. ഈ ഉദാഹരണങ്ങൾ ശ്രദ്ധിക്കുക. ആദ്യം നമ്മൾ സബ്ജക്റ്റ് കൊടുത്തു, പിന്നെ വേർബ് കൊടുത്തു, പിന്നെ ഒബ്ജക്റ്റ് കൊടുത്തു. അതാണ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൻ്റെ സെൻറ്റൻസ് സ്ട്രക്ചർ. ഇതിലൊക്കെ ഉപയോഗിച്ചിട്ടുള്ളത് V1 ഫോമാണ്. വേർബിൻ്റെ V1 ഫോമാണ് ഇവിടെയൊക്കെ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഹി എന്നുള്ളത് ഇവിടെ സബ്ജക്റ്റായി വന്നു, ഷീ എന്നുള്ളത് ഇവിടെ സബ്ജക്റ്റായി വന്നു. ഇവിടെ നൗഫൽ എന്നുള്ള ഒരു പേരാണ് സബ്ജക്റ്റായി വന്നത്. നൗഫൽ എന്നുള്ള ഒരു വ്യക്തിയാണ്, അതൊരു സിംഗുലർ നൗൺ ആണ്. അവിടെ ഹി, ഷീ, നൗഫൽ ഇവ സബ്ജക്റ്റായി വന്നപ്പോൾ അവയ്ക്ക് ശേഷം വന്ന വേർബിൻ്റെ അവസാനം എസ് ചേർത്തു. അപ്പോൾ സബ്ജക്റ്റ് ഇവയിൽപ്പെട്ട ഏതെങ്കിലും ഒന്നാണെങ്കിൽ വേർബിൻ്റെ അവസാനം എസ്സോ ഇഎസ്സോ ചേർക്കണം. ചില വേർബിൻ്റെ അവസാനം എസ് ചേർക്കും, ചിലതിൻ്റെ അവസാനം ഇഎസ് ചേർക്കും. ഓക്കെ. ദെൻ ഇവിടെ ശ്രദ്ധിക്കുക. ഐ പ്ലേ ക്രിക്കറ്റ് എവരി ഡേ. ഞാൻ എല്ലാ ദിവസവും ക്രിക്കറ്റ് കളിക്കാറുണ്ട്. യു പ്ലേ ക്രിക്കറ്റ് എവരി ഡേ. നിങ്ങൾ എല്ലാ ദിവസവും ക്രിക്കറ്റ് കളിക്കാറുണ്ട്. ദൈ പ്ലേ ക്രിക്കറ്റ് എവരി ഡേ. അവർ എല്ലാ ദിവസവും ക്രിക്കറ്റ് കളിക്കാറുണ്ട്. വി പ്ലേ ക്രിക്കറ്റ് എവരി ഡേ. ഞങ്ങൾ എല്ലാ ദിവസവും ക്രിക്കറ്റ് കളിക്കാറുണ്ട്. അപ്പോൾ ഇവിടെ സബ്ജക്റ്റുകൾ ശ്രദ്ധിക്കുക. ഐ, യു, ദൈ, വി ഇവ സബ്ജക്റ്റായി വന്നപ്പോൾ വേർബിൻ്റെ അവസാനം എസ്സോ ഇഎസ്സോ ചേർത്തില്ല. ഓക്കെ, ഇത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസുമായി ബന്ധപ്പെട്ട വളരെ ബേസിക് ആയ നിയമമാണ്. സബ്ജക്റ്റ് ഇവയിൽപ്പെട്ട ഏതെങ്കിലും ഒന്നാണെങ്കിൽ വേർബിൻ്റെ അവസാനം എസ്സോ ഇഎസ്സോ ചേർക്കണം. സബ്ജക്റ്റ് ഇവയിൽപ്പെട്ട ഏതെങ്കിലും ഒന്നാണെങ്കിൽ വേർബിൻ്റെ അവസാനം എസ്സോ ഇഎസ്സോ ചേർക്കരുത്. ക്ലിയർ അല്ലേ? കാര്യം വ്യക്തമായി മനസ്സിലാക്കണം. ഓക്കെ. ഇനി മോർ യൂസസ്. ഓരോ ടെൻസിനും വ്യത്യസ്ത ഉപയോഗങ്ങളാണ് ഉണ്ടാവുക. സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൻ്റെ ഉപയോഗങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സിമ്പിൾ പ്രസൻറ്റ് ടെൻസിന് ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാമത്തെ ഉപയോഗമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കുക.
നമ്മൾ പതിവായി ചെയ്യുന്ന അല്ലെങ്കിൽ ആവർത്തിച്ചു ചെയ്യുന്ന പ്രവൃത്തികളെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഈ ടെൻസ് പ്രധാനമായും ഉപയോഗിക്കുന്നത്. നമ്മൾ പതിവായി ചെയ്യുന്ന അല്ലെങ്കിൽ ആവർത്തിച്ചു ചെയ്യുന്ന പ്രവൃത്തികളെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഈ ടെൻസ് പ്രധാനമായും ഉപയോഗിക്കുന്നത്. ഈ പതിവായി ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ആവർത്തിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിലേതെല്ലാമാണ് പെടുക? നമുക്ക് നോക്കാം. ഇവിടെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ശീലങ്ങൾ, ഹാബിറ്റ്സ് ആണ്. നമുക്കെല്ലാവർക്കും വ്യത്യസ്ത ശീലങ്ങളുണ്ടായിരിക്കും. ആ ശീലങ്ങളൊക്കെ നമ്മൾ പറയേണ്ടത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉപയോഗിച്ചുകൊണ്ടാണ്. ഉദാഹരണത്തിന്, അവൻ പുകവലിക്കാറുണ്ട്. അത് അവൻ്റെ ഒരു ശീലമാണ്. ആ ശീലം നമ്മൾ പറയേണ്ടത് സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ്. അപ്പോൾ നമ്മുടെ ശീലങ്ങൾ നമ്മൾ പറയേണ്ടത് സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ്. ദെൻ ദിനചര്യകൾ, അത് ഡെയിലി റുട്ടീൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്നും ചെയ്യുന്ന കാര്യങ്ങൾ. ഞാൻ എന്നും രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കാറുണ്ട്. അതുപോലുള്ള നമ്മൾ എന്നും ചെയ്യുന്ന കാര്യങ്ങളുണ്ടാവും. അത്തരം കാര്യങ്ങൾ നമ്മൾ പറയേണ്ടത് ഈ ടെൻസ് ഉപയോഗിച്ചുകൊണ്ടാണ്. മറ്റൊന്ന്, ആഴ്ചയിലോ മാസത്തിലോ വർഷത്തിലോ ചെയ്യുന്ന പ്രവർത്തികൾ. ആഴ്ചയിലോ ഞാൻ എല്ലാ വെള്ളിയാഴ്ചയും പള്ളിയിൽ പോകാറുണ്ട്. ഞാൻ എല്ലാ വെള്ളിയാഴ്ചയും പള്ളിയിൽ പോകാറുണ്ട്. ഇത് ആവർത്തിച്ച് നടക്കുന്ന സംഗതിയാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാൻ പള്ളിയിൽ പോയി, ഈ വെള്ളിയാഴ്ച ഞാൻ പള്ളിയിൽ പോയി, അടുത്ത വെള്ളിയാഴ്ച പള്ളിയിൽ പോകും. അപ്പോൾ ആഴ്ചയിൽ ആവർത്തിച്ച് നടക്കുന്ന സംഗതിയാണ്. ഇനി മാസത്തിലോ, ഞാൻ എല്ലാ മാസവും 1-ാം തീയതി ഷോപ്പിങ്ങിന് പോകാറുണ്ട്. കഴിഞ്ഞ മാസം 1-ാം തീയതി ഞാൻ ഷോപ്പിങ്ങിന് പോയി, ഈ മാസം 1-ാം തീയതി ഞാൻ ഷോപ്പിങ്ങിന് പോയി, അടുത്ത മാസം 1-ാം തീയതി ഞാൻ ഷോപ്പിങ്ങിന് പോകും. അപ്പോൾ ഓരോ മാസവും ആവർത്തിച്ച് അല്ലെങ്കിൽ പതിവായി നടക്കുന്നൊരു പ്രവൃത്തിയാണത്. ഇനി വർഷത്തിൽ ഞാൻ എല്ലാ വർഷവും എൻ്റെ ജന്മദിനം ആഘോഷിക്കാറുണ്ട്. കഴിഞ്ഞ വർഷം ഞാൻ എൻ്റെ ജന്മദിനം ആഘോഷിച്ചു, ഈ വർഷം ഞാൻ എൻ്റെ ജന്മദിനം ആഘോഷിച്ചു, അടുത്ത വർഷം വരും വർഷം ഞാൻ എൻ്റെ ജന്മദിനം ആഘോഷിക്കും. അപ്പോൾ പതിവായി ചെയ്യുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ അത് എന്തെല്ലാം പെടും? നമ്മുടെ ശീലങ്ങൾ വരും, നമ്മൾ എന്നും ചെയ്യുന്ന പ്രവൃത്തികൾ വരും, ആഴ്ചയിലോ മാസത്തിലോ വർഷത്തിലോ നമ്മൾ ആവർത്തിച്ച് ചെയ്യുന്ന കാര്യങ്ങളും ഇവയിൽപ്പെടും. അപ്പോൾ പതിവായി ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അത് എന്നും ചെയ്യുന്ന പ്രവൃത്തികൾ മാത്രമാണ് എന്ന് തെറ്റിദ്ധരിക്കരുത്. അതിൽ ശീലങ്ങൾ വരും, എന്നും ചെയ്യുന്ന പ്രവൃത്തികൾ വരും, ആഴ്ചയിലോ മാസത്തിലോ വർഷത്തിലോ നമ്മൾ ആവർത്തിച്ച് ചെയ്യുന്ന പ്രവൃത്തികൾ. ഇപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഞാൻ എല്ലാ മാസവും ഷോപ്പിങ്ങിന് പോകാറുണ്ട്. അപ്പോൾ കഴിഞ്ഞ മാസം പോയി, ഈ മാസം പോയി, അടുത്ത മാസം പോകും. ഓരോ മാസവും ആവർത്തിച്ച് വരുന്നുണ്ട്. അപ്പോൾ ആവർത്തിച്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും ചെയ്യണമെന്നില്ല. അത് ആഴ്ചയിലോ മാസത്തിലോ വർഷത്തിലോ ചെയ്താൽ മതി. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രവൃത്തികളെക്കുറിച്ച് പറയുന്നതിന് വേണ്ടിയാണ് ഈ ടെൻസ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി ചെയ്യാറുണ്ട് എന്നൊരു അർത്ഥമാണ് മലയാളത്തിൽ ഈ ടെൻസിന് വരിക. ഇപ്പോൾ ഞാൻ പള്ളിയിൽ പോവാറുണ്ട്, ഞാൻ പുകവലിക്കാറുണ്ട്, ഷോപ്പിങ്ങിന് പോവാറുണ്ട്. അവിടെ ചെയ്യാറുണ്ട് എന്നൊരു അർത്ഥമാണല്ലോ വരുന്നത്. ഓക്കെ, ഇതിന് ഉദാഹരണങ്ങൾ നോക്കുമ്പോൾ ഒന്നുകൂടി കാര്യങ്ങൾ വ്യക്തമാകും. എക്സാമ്പിൾസ്, ഹീ സ്മോക്സ്, അവൻ പുകവലിക്കാറുണ്ട്. അത് അവൻ്റെ ഒരു ശീലമാണ്. ഈ സെൻറ്റൻസിൽ പറയുന്നത് ഒരു വ്യക്തിയുടെ ശീലത്തെക്കുറിച്ചാണ്. ശീലങ്ങൾ നമ്മൾ പറയേണ്ടത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ഉപയോഗിച്ചുകൊണ്ടാണ്. ഹീ സ്മോക്സ്, അവൻ പുകവലിക്കാറുണ്ട്. ഹീ എന്നുള്ളത് സബ്ജക്റ്റായി വന്നപ്പോൾ വേർബിൻ്റെ അവസാനം എസ് വന്നു. ഹീ സ്മോക്സ്, അവൻ പുകവലിക്കാറുണ്ട്. ദെൻ ഐ ഗെറ്റ് അപ്പ് അറ്റ് 5 o'clock എവറി മോർണിംഗ്, ഞാൻ എന്നും രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കുന്നു, അല്ലെങ്കിൽ ഞാൻ എന്നും രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കാറുണ്ട്. അത് ഞാൻ ദിനചര്യയുടെ ഭാഗമായിട്ട് ചെയ്യുന്നൊരു സംഗതിയാണ്. ഐ ഗെറ്റ് അപ്പ് അറ്റ് 5 o'clock എവറി മോർണിംഗ്, ഞാൻ എന്നും രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കാറുണ്ട്. നമ്മൾ ഡെയിലി റുട്ടീൻസിൻ്റെ ഭാഗമായി ചെയ്യുന്നൊരു പ്രവൃത്തിയാണിത്. ദെൻ ഷീ ഡസ് യോഗ വൺസ് എ വീക്ക്, അവൾ ആഴ്ചയിൽ ഒരിക്കൽ യോഗ ചെയ്യാറുണ്ട്. ഷീ ഡസ് യോഗ വൺസ് എ വീക്ക്, അവൾ ആഴ്ചയിൽ ഒരിക്കൽ യോഗ ചെയ്യാറുണ്ട്. കഴിഞ്ഞ ആഴ്ച യോഗ ചെയ്തു, ഈ ആഴ്ച യോഗ ചെയ്തു, ഇനി അടുത്ത ആഴ്ചയും യോഗ ചെയ്യും. അത് പതിവായി അല്ലെങ്കിൽ ആവർത്തിച്ച് നടക്കുന്നൊരു പ്രവൃത്തിയാണ്. ദെൻ വി ഗോ ഷോപ്പിംഗ് വൺസ് എ മന്ത്, ഞങ്ങൾ മാസത്തിൽ ഒരിക്കൽ ഷോപ്പിങ്ങിന് പോവാറുണ്ട്. അപ്പോൾ കഴിഞ്ഞ മാസം പോയി, ഈ മാസം പോയി, അടുത്ത മാസം പോകും. അപ്പോൾ ഓരോ മാസവും ആവർത്തിച്ച് അല്ലെങ്കിൽ ഓരോ മാസവും പതിവായി നടക്കുന്നൊരു പ്രവൃത്തിയാണിത്. ഐ സെലിബ്രേറ്റ് മൈ ബർത്ത്ഡേ എവറി ഇയർ, ഞാൻ എല്ലാ വർഷവും എൻ്റെ ജന്മദിനം ആഘോഷിക്കുന്നു അല്ലെങ്കിൽ ജന്മദിനം ആഘോഷിക്കാറുണ്ട്. അപ്പോൾ ഇത് എല്ലാ വർഷവും ആവർത്തിച്ച് അല്ലെങ്കിൽ പതിവായി ചെയ്യുന്നൊരു പ്രവൃത്തിയാണ്. അപ്പോൾ ഇത്ര ശ്രദ്ധിക്കുക, നമ്മൾ പതിവായി ചെയ്യുന്ന പ്രവൃത്തികളെക്കുറിച്ച് പറയുന്നതിന് വേണ്ടിയാണ് ഈ ടെൻസ് ഉപയോഗിക്കുന്നത്. പതിവായി ചെയ്യുന്ന പ്രവൃത്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ ശീലങ്ങൾ അതിൽപ്പെടും, നമ്മൾ എന്നും ചെയ്യുന്ന പ്രവൃത്തികൾ ഇതിൽപ്പെടും, നമ്മൾ ആഴ്ചയിലോ മാസത്തിലോ വർഷത്തിലോ പതിവായി ചെയ്യാറുള്ള അല്ലെങ്കിൽ ആവർത്തിച്ച് ചെയ്യാറുള്ള പ്രവൃത്തികളും ഇതിൽപ്പെടും. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി നമുക്ക് കൂടുതൽ ഉദാഹരണങ്ങൾ നോക്കാം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ടെൻസാണ്, അതുകൊണ്ടാണ് ഇത്രയും വിശദീകരിക്കുന്നത്. മോർ എക്സാമ്പിൾസ്. ഇവിടെ ശ്രദ്ധിക്കുക, ഐ ഗോ ടു സ്കൂൾ ബൈ ബസ്, ഐ ഗോ ടു സ്കൂൾ എവറി ഡേ, ഐ ഗോ ടു സ്കൂൾ എവറി ഡേ, ഞാൻ എല്ലാ ദിവസവും സ്കൂളിൽ പോകാറുണ്ട്. ഐ ഗോ ടു സ്കൂൾ എവറി ഡേ, ഞാൻ എല്ലാ ദിവസവും സ്കൂളിൽ പോകാറുണ്ട്. നെക്സ്റ്റ്, ഐ ഡ്രിങ്ക് ടീ എവറി മോർണിംഗ്, ഞാൻ എന്നും രാവിലെ ചായ കുടിക്കാറുണ്ട്. ഐ ഡ്രിങ്ക് ടീ എവറി മോർണിംഗ്. നെക്സ്റ്റ്, ഹീ ഗോസ് ഫിഷിംഗ് ഓൺ ഫ്രൈഡേസ്, അവൻ വെള്ളിയാഴ്ചകളിൽ ഫിഷിങ്ങിന് പോവാറുണ്ട്. അപ്പോൾ എല്ലാ വെള്ളിയാഴ്ചയും നടക്കുന്നൊരു സംഗതിയാണ്. ഹീ ഗോസ് ഫിഷിംഗ് ഓൺ ഫ്രൈഡേസ്, അവൻ വെള്ളിയാഴ്ചകളിൽ ഫിഷിങ്ങിന് പോവാറുണ്ട്.
നെക്സ്റ്റ് ഷീ ഓൾവേസ് കംസ് ഓൺ ടൈം. ഓൺ ടൈം എന്ന് പറഞ്ഞാൽ കൃത്യസമയത്ത്. അപ്പോൾ അവൾ എല്ലായ്പ്പോഴും കൃത്യസമയത്ത് വരാറുണ്ട്. ദെൻ ഐ പ്ലേ ഫുട്ബോൾ എവറി വീക്കെൻഡ്. ഞാൻ എല്ലാ വീക്കെൻഡിലും ഞാൻ ഫുട്ബോൾ കളിക്കാറുണ്ട്. നെക്സ്റ്റ് ഹി വിസിറ്റ്സ് ഹിസ് പാരൻസ് ഓൺ വീക്കെൻഡ്സ്. വീക്കെൻഡ്സിൽ അവൻ അവൻ്റെ പാരൻസിനെ വിസിറ്റ് ചെയ്യാറുണ്ട്. ഓക്കെ. ഹി നൗ ഡ്രിങ്ക്സ് കോഫി ഇൻ ദ ഈവനിങ്. വൈകുന്നേരം അവൻ കോഫി കുടിക്കാറില്ല. ഓക്കെ. ഹി നൗ ഡ്രിങ്ക്സ് കോഫി ഇൻ ദ ഈവനിങ്. ഹി വിസിറ്റ്സ് ദ ഡെൻറ്റിസ്റ്റ് ട്വൈസ് എ ഇയർ ഫോർ എ ചെക്കപ്പ്. ട്വൈസ് എ ഇയർ എന്നാൽ വർഷത്തിൽ 2 പ്രാവശ്യം. അപ്പോൾ അവന് വർഷത്തിൽ 2 പ്രാവശ്യം ഡെൻറ്റിസ്റ്റിനെ വിസിറ്റ് ചെയ്യാറുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? ചെക്കപ്പിന് വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഉദാഹരണങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഈ ഉദാഹരണങ്ങളൊക്കെ ആവർത്തിച്ച് നടക്കുന്ന സംഗതികളാണ്, അല്ലെങ്കിൽ പതിവായി നടക്കുന്ന സംഗതികളാണ്. പതിവായി നടക്കുന്ന സംഗതികൾ എന്ന് പറഞ്ഞാൽ അത് എന്നും നടക്കുന്നതാവാം, എല്ലാ വെള്ളിയാഴ്ച നടക്കുന്നതാവാം, ആഴ്ചയിൽ നടക്കുന്നതാവാം. ഇത്തരം പ്രവർത്തികളെക്കുറിച്ച് പറയുന്നതിന് വേണ്ടിയാണ് ഈ ടെൻസ് ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് ഐ റയലി വാച്ച് ടി വി. ഐ റയലി വാച്ച് ടി വി. റയലി എന്ന് പറഞ്ഞാൽ എന്താണ്? അപൂർവമായി. നമ്മൾ മലയാളത്തിലൊക്കെ പറയാറുണ്ട് ഞാൻ സീരിയൽ വളരെ അപൂർവമായിട്ടേ കാണാറുള്ളൂ എന്നൊക്കെ. ഐ റയലി വാച്ച് ടി വി. നെക്സ്റ്റ് വി പ്രേ എവരി ഈവനിങ്. വി പ്രേ എവരി ഈവനിങ്. ഞങ്ങൾ എല്ലാ ദിവസവും വൈകുന്നേരം പ്രാർത്ഥിക്കാറുണ്ട്. വി പ്രേ എവരി ഈവനിങ്. ഞങ്ങൾ എല്ലാ വൈകുന്നേരവും പ്രാർത്ഥിക്കാറുണ്ട്. ഹീ ടേക്സ് എ വോക്ക് എവരി മോർണിംഗ്. എന്നും രാവിലെ അവൻ നടക്കാറുണ്ട്. ഹീ ടേക്സ് എ വോക്ക് എവരി മോർണിംഗ്. ദെൻ വി സ്റ്റഡി അവർ ലെസൺസ് എവരി ഡേ. ഞങ്ങൾ എല്ലാ ദിവസവും ഞങ്ങളുടെ ലെസൺസ് പഠിക്കാറുണ്ട്. ഹീ സംടൈംസ് ആണ് ചിലപ്പോഴൊക്കെ. ഹീ സംടൈംസ് കംസ് ഹോം ലേറ്റ്. അവന് ചിലപ്പോഴൊക്കെ വീട്ടിലേക്ക് ലേറ്റായിട്ടാണ് വരാറുള്ളത്. മേരി ഗൗസ് ടു ചേർച്ച് ഓൺ സൺഡേസ്. ഞായറാഴ്ചകളിൽ മേരി ചേർച്ചിലേക്ക് പോകാറുണ്ട്. മേരി ഗൗസ് ടു ചേർച്ച് ഓൺ സൺഡേസ്. ദെൻ they occasionally go to the beach. they occasionally എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടെ. they occasionally go to the beach. അവർ ഇടയ്ക്കിടയ്ക്ക് ബീച്ചിൽ പോവാറുണ്ട്. ഓക്കെ. അപ്പോൾ നമ്മൾ പതിവായി ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ദിവസം ചെയ്യുന്ന കാര്യങ്ങളും ആഴ്ചയിൽ ചെയ്യുന്ന കാര്യങ്ങളും മാസത്തിൽ ചെയ്യുന്ന കാര്യങ്ങളും ഇടയ്ക്ക് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇതിൽപ്പെടും. അത്തരം കാര്യങ്ങളെക്കുറിച്ച് പറയുന്നതിന് വേണ്ടിയാണ് ഈ ടെൻസ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി ഇവിടെ ശ്രദ്ധിക്കുക, പ്രസൻറ്റ് സിമ്പിൾ ടെൻസ് കോമൺ ഫ്രീക്വൻസി എക്സ്പ്രഷൻ. നമ്മൾ ഈ ടെൻസിൽ ഉപയോഗിക്കുന്ന കുറച്ച് വാക്കുകളുണ്ട്. ആ വാക്കുകളെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. എവറി മോർണിംഗ്, എവറി ആഫ്റ്റർനൂൺ, എവറി ഡേ, എവറി വീക്ക്, എവറി മന്ത്, എവറി ഇയർ, എവറി സമ്മർ, എവറി വിൻ്റർ. ഇതൊക്കെ നമ്മൾ ടെൻസിൽ ഈ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ എപ്പോഴും ഉപയോഗിക്കുന്ന വാക്കുകളാണ്. നമ്മൾ പതിവായി ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയുന്നതിന് വേണ്ടിയാണല്ലോ ഈ ടെൻസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ എന്നും രാവിലെ ചെയ്യുന്ന പ്രവൃത്തിയാണെങ്കിൽ എവരി മോർണിംഗ് എന്ന് പറയും. എല്ലാ ദിവസവും ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിൽ എവരി ഡേ എന്ന് പറയും. എല്ലാ ആഴ്ചയും ചെയ്യുന്ന പ്രവൃത്തിയാണെങ്കിൽ എവരി വീക്ക് എന്ന് ഉപയോഗിക്കും. എല്ലാ മാസവും ചെയ്യുന്ന പ്രവൃത്തിയാണെങ്കിൽ എവരി മന്ത് എന്ന് ഉപയോഗിക്കും. ഇനി എല്ലാ വർഷത്തിലും ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിൽ എവരി ഇയർ എന്ന് ഉപയോഗിക്കും. ഇനി ഞായറാഴ്ചകളിൽ ചെയ്യുന്ന പ്രവൃത്തിയാണെങ്കിൽ ഓൺ സൺഡേസ്. വെള്ളിയാഴ്ചകൾ ചെയ്യുന്നതാണെങ്കിൽ ഓൺ ഫ്രൈഡേസ്. നീ വീക്കെൻഡ്സിൽ ചെയ്യുന്ന പ്രവൃത്തിയെക്കുറിച്ച് പറയുമ്പോൾ ഓൺ വീക്കെൻഡ്സ് എന്ന് ഉപയോഗിക്കും. പിന്നെ വൺസ് എ ഡേ, വൺസ് എ വീക്ക്, വൺസ് എ മന്ത്, വൺസ് എ ഇയർ. വൺസ് എ വീക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ആഴ്ചയിൽ 1 പ്രാവശ്യം. വൺസ് എ മന്ത് എന്നാൽ മാസത്തിൽ 1 പ്രാവശ്യം. ഈ ട്വൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ട്വൈസ് എ വീക്ക് എന്താണ്? ആഴ്ചയിൽ 2 പ്രാവശ്യം. അപ്പോൾ ഈ വാക്കുകളൊക്കെ നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ സാധാരണ ഉപയോഗിക്കുന്ന വാക്കുകളാണ്. ഓക്കെ. ഇനി മറ്റൊന്ന് ഇവിടെ ശ്രദ്ധിക്കുക, ഈ വാക്കുകളും നമ്മൾ പലപ്പോഴും സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ ഉപയോഗിക്കാറുണ്ട്. ഓൾവേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലായ്പ്പോഴും. ഓൾവേസ്. യൂഷ്വലി എന്ന് പറഞ്ഞാൽ പതിവായി. മറ്റൊന്നാണ് ജനറലി എന്ന് പറഞ്ഞാൽ സാധാരണയായി. ഇത് ഓഫൺ എന്ന് വായിക്കും, ഓഫ്റ്റൺ എന്ന് വായിക്കും. ഇതിൻ്റെ അർത്ഥം പലപ്പോഴും എന്നാണ്. ദെൻ സംടൈംസ്, ചിലപ്പോഴൊക്കെ. ഒക്കേഷണലി എന്ന് പറഞ്ഞാൽ വല്ലപ്പോഴും അല്ലെങ്കിൽ ഇടയ്ക്കിടെ. റയലി എന്ന് പറഞ്ഞാൽ അപൂർവമായി. നെവർ എന്ന് പറഞ്ഞാൽ ഒരിക്കലുമില്ല. അപ്പോൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ സാധാരണ ഉപയോഗിക്കുന്ന വാക്കുകളാണ് ഇവ. ജസ്റ്റ് ഒന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുക കൃത്യമായിട്ട്. ഓക്കെ. നെക്സ്റ്റ്, അപ്പോൾ ചെയ്യാറുണ്ട് എന്ന് എങ്ങനെ പറയാമെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ചെയ്യാറുണ്ട് എന്ന് എങ്ങനെ പറയാമെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഞാൻ പള്ളിയിൽ പോവാറുണ്ട്, ഷോപ്പിങ്ങിന് പോവാറുണ്ട്, സ്കൂളിൽ പോകാറുണ്ട്. ഇങ്ങനെ ചെയ്യാറുണ്ട് എന്ന് എങ്ങനെ പറയാമെന്ന് പഠിച്ചു കഴിഞ്ഞു. ഇനി ചില സാഹചര്യങ്ങൾ നമുക്ക് ചോദിക്കേണ്ടി വരും, ചെയ്യാറുണ്ടോ മറ്റുള്ളവരോട്. ഇനി പള്ളിയിൽ പോവാറുണ്ടോ, ഇനി സ്കൂളിൽ പോവാറുണ്ടോ, നീ പത്രം വായിക്കാറുണ്ടോ, നീ ഷോപ്പിങ്ങിന് പോകാറുണ്ടോ, അങ്ങനെ പോകാറുണ്ടോ എന്ന് ചെയ്യാറുണ്ടോ എന്ന് ചോദിക്കേണ്ടി വരും. അത് എങ്ങനെ ചോദിക്കാമെന്നാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. കാരണം സംസാരിക്കുന്ന സമയത്ത് ഇങ്ങനെ ചോദിക്കേണ്ടി വരും. ചെയ്യാറുണ്ട് എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, ചെയ്യാറുണ്ടോ എന്ന് ചോദിക്കേണ്ടി വരും. അതെങ്ങനെ ചോദിക്കാം?
ഇവിടെ ശ്രദ്ധിക്കുക, സബ്ജക്റ്റ് ഹി, ഷീ, ഇറ്റ്, സിംഗുലർ നൗൺ എന്നിവയിൽ ഏതെങ്കിലുമാണെങ്കിൽ സബ്ജക്റ്റിന് മുൻപ് ഡസ് ചേർക്കുക. വളരെ സിമ്പിളാണ്. സബ്ജക്റ്റ് ഇവയിൽപ്പെട്ട ഏതെങ്കിലും ഒന്നാണെങ്കിൽ സബ്ജക്റ്റിന് മുൻപ് ഡസ് ചേർക്കുക. പിന്നെ വേർബിൻ്റെ അവസാനത്തിലുള്ള എസ് അല്ലെങ്കിൽ ഇ എസിനെ ഒഴിവാക്കുക. സബ്ജക്റ്റ് ഇവയിൽപ്പെട്ട ഏതെങ്കിലും ഒന്നാണെങ്കിൽ വേർബിൻ്റെ കൂടെ എസ്ഒ ഇ എസ്ഒ ഉണ്ടാകും. അത് ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ സബ്ജക്റ്റ് ഇവയിൽപ്പെട്ട ഏതെങ്കിലും ഒന്നാണെങ്കിൽ സബ്ജക്റ്റിന് മുൻപിൽ എന്ത് ചെയ്യുക, ഡസ് ചേർക്കുക. സബ്ജക്റ്റിന് ശേഷം വേർബ് ഉണ്ടാകും. ആ വേർബിൻ്റെ കൂടെ എസ്ഒ ഇ എസ്ഒ ഉണ്ടാകും. അതിനെ ഒഴിവാക്കുകയും ചെയ്യുക. ഉദാഹരണം നോക്കാം. ഹി പ്ലേസ് ചെസ് എവരി ഡേ. അവൻ എല്ലാ ദിവസവും ചെസ് കളിക്കാറുണ്ട്. ഹി പ്ലേസ് ചെസ് എവരി ഡേ. അവൻ എല്ലാ ദിവസവും ചെസ് കളിക്കാറുണ്ട്. ഇവിടെ സബ്ജക്റ്റ് ഹി ആണ് വന്നത്. ഹി എന്നുള്ളത് ഇവയിൽപ്പെട്ട ഒന്നാണ്. ഇതുകൊണ്ട് ഹി. അപ്പോൾ എന്ത് ചെയ്യേണ്ടത്, സബ്ജക്റ്റിന് മുമ്പിൽ ഡസ് ചേർക്കുക. ഡസ്, ഹി എന്നതിന് മുമ്പിൽ ഡസ് ചേർത്തു. രണ്ടാമത്തെ നിയമം, വെർബിന് കൂടെയുള്ള എസ് സി എസിനെ ഒഴിവാക്കുക. അതുകൊണ്ട് വേർബ് പ്ലേയിൻ്റെ കൂടെ പ്ലേസ് എസ് ഉണ്ട്, എസിനെ ഒഴിവാക്കി. അപ്പോൾ എന്താ മാറി, ഡസ് ഹി പ്ലേ ചെസ് എവരി ഡേ. അവൻ എല്ലാ ദിവസവും ചെസ് കളിക്കാറുണ്ടോ? മനസ്സിലായില്ലേ? ഹി പ്ലേസ് ചെസ് എവരി ഡേ എന്ന് പറഞ്ഞാൽ അവൻ എല്ലാ ദിവസവും ചെസ് കളിക്കാറുണ്ട്. ഇനി അവൻ എല്ലാ ദിവസവും ചെസ് കളിക്കാറുണ്ടോ എന്ന് ചോദിക്കേണ്ടി വരും. അങ്ങനെ ചോദിക്കണമെങ്കിൽ ഈ ഹി എന്ന ഈ സെൻറ്റൻസിലെ സബ്ജക്റ്റായ ഹി, അതിന് മുൻപിൽ ഡസ് ചേർക്കുക. വേർബിൻ്റെ അവസാനമുള്ള എസ്സിനെ ഒഴിവാക്കുക. ചില വേർബിൻ്റെ അവസാനം ഇ എസ് ആയിക്കാരം. അപ്പോൾ വേർബിൻ്റെ അവസാനമുള്ള എസ് അല്ലെങ്കിൽ ഇ എസിനെ ഒഴിവാക്കുക. അപ്പോൾ ഇവിടെ സബ്ജക്റ്റ് ഹി ആണ്. ഹി എന്നുള്ളത് ഇതിൽപ്പെട്ടതാണ്. അപ്പോൾ ഹിയുടെ മുമ്പിൽ ഡസ് ചേർക്കുക. വേർബിൻ്റെ അവസാനം എസ് ഒഴിവാക്കുക. അപ്പോൾ ഡസ് ഹി പ്ലേ ചെസ് എവരി ഡേ. അവൻ എല്ലാ ദിവസവും ചെസ് കളിക്കാറുണ്ടോ? ക്ലിയർ അല്ലേ? ദെൻ ഇനി സബ്ജക്റ്റ് ഐ, യു, ഐ, വി, പ്ലൂരൽ നൗൺ എന്നിവയിൽ ഏതെങ്കിലും ആണെങ്കിൽ സബ്ജക്റ്റിന് മുമ്പ് ഡു ചേർക്കുക. ഇനി സബ്ജക്റ്റ് ഇവയിൽപ്പെട്ട ഏതെങ്കിലും ഒന്നാണെങ്കിൽ സബ്ജക്റ്റിന് മുമ്പിൽ ഡു ചേർത്താൽ മതി. ദേ പ്ലേ ചെസ് എവരി ഡേ. അവർ എല്ലാ ദിവസവും ചെസ് കളിക്കാറുണ്ട്. ഇനി അവർ എല്ലാ ദിവസവും ചെസ് കളിക്കാറുണ്ടോ എന്ന് ചോദിക്കണമെങ്കിൽ ഇവിടെ സബ്ജക്റ്റ് ഏതാണ്? ദേ എന്നുള്ളതാണ്. ദേ എന്നുള്ളത് ഇതിൽപ്പെട്ടതാണ്. ഓക്കെ, അപ്പോൾ ദൈൻ്റെ മുമ്പിൽ ഡു ചേർത്താൽ മതി. അപ്പോൾ ഡു ദൈ പ്ലേ ചെസ് എവരി ഡേ. അവർ എല്ലാ ദിവസവും ചെസ് കളിക്കാറുണ്ടോ? ദൈ പ്ലേ ചെസ് എവരി ഡേ. അവർ എല്ലാ ദിവസവും ചെസ് കളിക്കാറുണ്ട്. ഇനി അവർ എല്ലാ ദിവസവും ചെസ് കളിക്കാറുണ്ടോ എന്ന് ചോദിക്കണമെങ്കിൽ ഈ ദൈൻ്റെ മുമ്പിൽ ഡു ചേർത്താൽ മതി. ക്ലിയർ അല്ലേ? അപ്പോൾ ചെയ്യാറുണ്ടോ എന്ന് ചോദിക്കണമെങ്കിൽ സബ്ജക്റ്റ് ഇവയിൽപ്പെട്ട ഏതെങ്കിലും ഒന്നാണെങ്കിൽ സബ്ജക്റ്റിന് മുമ്പിൽ ഡസ് ചേർക്കുക. വെർബിൻ്റെ അവസാനത്തിലുള്ള എസ് ഐ എസ് ഉണ്ടാവും, അതിനെ ഒഴിവാക്കുക. ഇനി സബ്ജക്റ്റ് ഇവയിൽപ്പെട്ട ഏതെങ്കിലും ഒന്നാണെങ്കിൽ സബ്ജക്റ്റിന് മുമ്പിൽ ഡു ചേർക്കുക. ക്ലിയർ അല്ലേ? ഇനി ഉദാഹരണങ്ങൾ നോക്കാം. എക്സാമ്പിൾസ്. ഷീ വാച്ചസ് ടി വി എവരി ഡേ. അവൾ എല്ലാ ദിവസവും ടി വി കാണാറുണ്ട്. ഷീ വാച്ചസ് ടി വി എവരി ഡേ. അവൾ എല്ലാ ദിവസവും ടി വി കാണാറുണ്ട്. ഇനി അവൾ എല്ലാ ദിവസവും ടി വി കാണാറുണ്ടോ എന്നെങ്ങനെ ചോദിക്കാം? സിമ്പിളാണ്. ഷീ ആണ് സബ്ജക്റ്റ്. അപ്പോൾ ഈ സബ്ജക്റ്റിൻ്റെ മുമ്പിൽ ഡസ് ചേർക്കണം. വേർബിൻ്റെ കൂടെയുള്ള ഇ എസിനെ ഒഴിവാക്കണം. അപ്പോൾ എന്തായി മാറും? ഡസ് ഷീ വാച്ച് ടി വി എവരി ഡേ. അവൾ എല്ലാ ദിവസവും ടി വി കാണാറുണ്ടോ? മറ്റൊരു ഉദാഹരണം നോക്കാം. ദേ വാച്ച് ടി വി എവരി ഡേ. അവർ എല്ലാ ദിവസവും ടി വി കാണാറുണ്ട്. ഇനി അവർ എല്ലാ ദിവസവും ടി വി കാണാറുണ്ടോ എന്ന് ചോദിക്കണം. അതിന് ദേ ആണ് സബ്ജക്റ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ ദേ എന്ന സബ്ജക്റ്റായി വരുമ്പോൾ എന്താ ചെയ്യേണ്ടത്? ദേയുടെ മുമ്പിൽ ഡു ചേർത്താൽ മതി. അപ്പോൾ എന്തായി മാറും? ഡു ദേ വാച്ച് ടി വി എവരി ഡേ. അവർ എല്ലാ ദിവസവും ടി വി കാണാറുണ്ടോ? നെക്സ്റ്റ്, ഹി സ്മോക്സ്. അവൻ പുകവലിക്കാറുണ്ട്. ഹി സ്മോക്സ്. അവൻ പുകവലിക്കാറുണ്ട്. ഇനി അവൻ പുകവലിക്കാറുണ്ടോ എന്നെങ്ങനെ ചോദിക്കാം? സബ്ജക്റ്റ് ഹി ആണ്. അപ്പോൾ സബ്ജക്റ്റ് ഹി ആയി വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഹിയുടെ മുൻപിൽ ഡസ് ചേർക്കണം. വേർബിൻ്റെ അവസാനമുള്ള ഈ എസ്സിനെ ഒഴിവാക്കണം. അപ്പോൾ ഡസ് ഹി സ്മോക്ക്. അവൻ പുകവലിക്കാറുണ്ടോ? ഡസ് ഹി സ്മോക്ക്. അവൻ പുകവലിക്കാറുണ്ടോ? ദെൻ ദേ സ്മോക്ക്. അവർ പുകവലിക്കാറുണ്ട്. ഇനി അവർ പുകവലിക്കാറുണ്ടോ എന്ന് ചോദിക്കണമെങ്കിൽ ഇവിടെ സബ്ജക്റ്റ് ദേ ആണ്. സബ്ജക്റ്റ് ദൈ വന്നാൽ നമ്മൾ ചെയ്യേണ്ടത് ദൈൻ്റെ മുമ്പിൽ ഡു ചേർക്കുക. അപ്പോൾ എന്തായി മാറും? ഡു ദൈ സ്മോക്ക്. അവർ പുകവലിക്കാറുണ്ടോ? കൃത്യമല്ലേ? അപ്പോൾ ചെയ്യാറുണ്ട് എന്നെങ്ങനെ പറയാമെന്ന് പഠിച്ചു. ചെയ്യാറുണ്ടോ എന്ന് എങ്ങനെ ചോദിക്കാമെന്നും പഠിച്ചു കഴിഞ്ഞു. നെക്സ്റ്റ്, ചെയ്യാറില്ല എന്നെങ്ങനെ പറയാം? അവൻ പുകവലിക്കാറില്ല. അവൻ ഷോപ്പിങ്ങിന് പോവാറില്ല. അവൻ കളിക്കാറില്ല. അങ്ങനെ ചെയ്യാറില്ല എന്ന് എങ്ങനെ പറയാം? നെഗറ്റീവ് ഫോമാണ്. ചെയ്യാറുണ്ട് എന്നതിൻ്റെ നെഗറ്റീവാണ് ചെയ്യാറില്ല എന്നുള്ളത്. ചെയ്യാറില്ല എന്ന് എങ്ങനെ പറയാമെന്നാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഇവിടെ ശ്രദ്ധിക്കുക. സബ്ജക്റ്റ് ഹി, ഷീ, ഇറ്റ്, സിംഗുലർ നൗൺ എന്നിവയിൽ ഏതെങ്കിലും ആണെങ്കിൽ സബ്ജക്റ്റിന് ശേഷം ഡസിൻഡ് ചേർക്കുക. വേർബിൻ്റെ അവസാനത്തുള്ള എസ് ഇ എസിനെ ഒഴിവാക്കുക. അപ്പോൾ സബ്ജക്റ്റ് ഇവയിൽപ്പെട്ട ഏതെങ്കിലും ഒന്നാണെങ്കിൽ സബ്ജക്റ്റിന് ശേഷം ഡസിൻഡ് ചേർത്താൽ മതി. ഡസ് പ്ലസ് നോട്ട് ഡസിൻഡ്. ഡസ് നോട്ട് ചേർക്കുക അല്ലെങ്കിൽ ഡസിൻഡ് ചേർക്കുക. ഓക്കെ. പിന്നെ വെർബിൻ്റെ അവസാനത്തുള്ള എസ് ഇ എസിനെ ഒഴിവാക്കുക. ഉദാഹരണം നോക്കാം. ഹി പ്ലേസ് ചെസ് എവരി ഡേ. അവൻ എല്ലാ ദിവസവും ചെസ് കളിക്കാറുണ്ട്. ഇനി അവൻ എല്ലാ ദിവസവും ചെസ് കളിക്കാറില്ല എന്നെങ്ങനെ പറയാം? ഇവിടെ സബ്ജക്റ്റ് ഹി ആണ്. ഹി എന്നുള്ളത് ഇതിൽപ്പെട്ടതാണ്.
അപ്പോൾ ഇതിൽപ്പെട്ട ഏതെങ്കിലും ഒന്ന് സബ്ജക്റ്റായി വന്നാൽ നമ്മൾ ചെയ്യേണ്ടത് സബ്ജക്റ്റിന് ശേഷം ഡസിൻ്റെ ചേർക്കലാണ്. അപ്പോൾ എന്ത് ചെയ്തു? ഹി എന്ന സബ്ജക്റ്റിന് ശേഷം ഡസിൻ്റെ ചേർത്തു. ഡസ് പ്ലസ് നോട്ട്, ഡസ് നോട്ട് എന്നത് നമ്മൾ ചുരുക്കി പറയുമ്പോൾ ഡസിൻ്റെ ആവും. അപ്പോൾ ഹി ഡസിൻ പ്ലേ ചെസ്, ഈ വേർബിൻ്റെ കൂടുതൽ എസ് ഉണ്ടല്ലോ അത് നമ്മൾ ഒഴിവാക്കി. അപ്പോൾ ഹി ഡസിൻ പ്ലേ ചെസ് എവറി ഡേ. അപ്പോൾ ചെയ്യാറില്ല എന്ന് പറയണമെങ്കിൽ സബ്ജക്റ്റ് ഇവയിൽപ്പെട്ട ഏതെങ്കിലും ഒന്നാണെങ്കിൽ സബ്ജക്റ്റിന് ശേഷം ഡസ് നോട്ട് ചേർക്കുക, വെർബിൻ്റെ കൂടുതൽ എസ് എസ് എന്നിവയെ ഒഴിവാക്കുക, അത്രയേ ഉള്ളൂ. ഇനി സബ്ജക്റ്റ് ഐ യു ദൈ വി പ്ലൂരൽ നൗൺ എന്നിവയിൽ ഏതെങ്കിലും ആണെങ്കിൽ സബ്ജക്റ്റിന് ശേഷം ഡോണ്ട് ചേർക്കുക. ഇനി സബ്ജക്റ്റ് ഇവയിൽപ്പെട്ട ഏതെങ്കിലും ഒന്നാണെങ്കിൽ സബ്ജക്റ്റിന് ശേഷം ഡു നോട്ട് ചേർക്കുക. ഡു നോട്ട് എന്നുള്ള ചുരുക്കി വായിക്കുമ്പോൾ ഡോണ്ട് എന്നാവും. ദൈ പ്ലേ ചെസ് എവരി ഡേ, അവർ എല്ലാ ദിവസവും ചെസ് കളിക്കാറുണ്ട്. ഇനി അവർ എല്ലാ ദിവസവും ചെസ് കളിക്കാറില്ല എന്ന് പറയണം. അപ്പോൾ ദൈ എന്നുള്ളത് ഇതിൽപ്പെട്ടതാണ്. അപ്പോൾ നമ്മൾ ഡോണ്ട് ചേർത്താൽ മതി, ദേ എന്ന സബ്ജക്റ്റിന് ശേഷം ഡോണ്ട് ചേർത്താൽ മതി. അപ്പോൾ ദേ ഡോണ്ട് പ്ലേ ചെസ് എവരി ഡേ, അവർ എല്ലാ ദിവസവും ചെസ് കളിക്കാറില്ല. അപ്പോൾ ചെയ്യാറില്ല എന്ന് പറയണമെങ്കിൽ സബ്ജക്റ്റ് ഇവയിൽപ്പെട്ട ഏതെങ്കിലും ഒന്നാണെങ്കിൽ ഡസിൻ്റെ ചേർക്കുക. വെർബിൻ്റെ അവസാനമുള്ള എസ് ഉണ്ടെങ്കിൽ അതിനെ ഒഴിവാക്കുക. ഇനി സബ്ജക്റ്റ് ഇവയിൽപ്പെട്ട ഏതെങ്കിലും ഒന്നാണെങ്കിൽ സബ്ജക്റ്റിന് ശേഷം ഡു നോട്ട് ചേർക്കുക. സിമ്പിൾ അല്ലേ? ഉദാഹരണങ്ങൾ നോക്കാം. എക്സാമ്പിൾസ്. ഷീ പ്ലേസ് ടെന്നീസ്, അവൾ ടെന്നീസ് കളിക്കാറുണ്ട്. ഇനി അവൾ ടെന്നീസ് കളിക്കാറില്ല എന്നെങ്ങനെ പറയാം? സബ്ജക്റ്റ് ഷീ ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഷീക്ക് ശേഷം ഡസിൻ്റെ ചേർക്കുക. പ്ലേയിൻ്റെ ശേഷം ഈ എസ്സിന് പ്ലേസ് എന്നതിലെ ഈ എസ്സിന് എന്ത് ചെയ്യുക? ഒഴിവാക്കുക. അപ്പോൾ എന്തായി മാറും? ഷീ ഡസിൻ പ്ലേ ടെന്നീസ്, അവൾ ടെന്നീസ് കളിക്കാറില്ല. നെക്സ്റ്റ് ഉദാഹരണം. ഐ പ്ലേ ടെന്നീസ്, ഞാൻ ടെന്നീസ് കളിക്കാറുണ്ട്. ഞാൻ ടെന്നീസ് കളിക്കാറില്ല എന്നെങ്ങനെ പറയാം? ഇവിടെ സബ്ജക്റ്റ് ഐ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഐക്ക് ശേഷം ഡോണ്ട് ചേർത്താൽ മതി. അപ്പോൾ ഐ ഡോണ്ട് പ്ലേ ടെന്നീസ്, ഞാൻ ടെന്നീസ് കളിക്കാറില്ല. നെക്സ്റ്റ്. ഹി സ്പീക്സ് ഇംഗ്ലീഷ്, അവൻ ഇംഗ്ലീഷ് സംസാരിക്കാറുണ്ട്. ഇനി അവൻ ഇംഗ്ലീഷ് സംസാരിക്കാറില്ല എന്നെങ്ങനെ പറയാം? സബ്ജക്റ്റ് ഹി ആണ്. ഹി വന്നാൽ നമ്മൾ ചെയ്യേണ്ടത് ഡസിൻ്റെ ചേർക്കണം, വേർബിൻ്റെ അവസാനത്തിലുള്ള എസ്സിനെ ഒഴിവാക്കണം. അപ്പോൾ ഹി ഡസിൻ സ്പീക്ക് ഇംഗ്ലീഷ്, അവൻ ഇംഗ്ലീഷ് സംസാരിക്കാറില്ല. ലാസ്റ്റ്. ദേ സ്പീക്ക് ഇംഗ്ലീഷ്, അവർ ഇംഗ്ലീഷ് സംസാരിക്കാറുണ്ട്. ഇനി അവർ ഇംഗ്ലീഷ് സംസാരിക്കാറുണ്ട്. ഇനി അവർ ഇംഗ്ലീഷ് സംസാരിക്കാറില്ല എന്നെങ്ങനെ പറയാം? സബ്ജക്റ്റ് ദേ എന്നാണ് വന്നിട്ടുള്ളത്. സബ്ജക്റ്റ് ദേ വന്നാൽ ചെയ്യേണ്ടത് ദേ എന്ന സബ്ജക്റ്റിന് ശേഷം ഡോണ്ട് ചേർത്താൽ മതി. അപ്പോൾ ദേ ഡോണ്ട് സ്പീക്ക് ഇംഗ്ലീഷ്, അവർ ഇംഗ്ലീഷ് സംസാരിക്കാറില്ല. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി ചെയ്യാറില്ലേ എന്നെങ്ങനെ ചോദിക്കാം? അപ്പോൾ ചെയ്യാറുണ്ട് എന്നെങ്ങനെ പറയാമെന്ന് പഠിച്ചു. ചെയ്യാറുണ്ടോ എന്നെങ്ങനെ ചോദിക്കാമെന്ന് പഠിച്ചു. ചെയ്യാറില്ല എന്നെങ്ങനെ പറയാമെന്ന് പഠിച്ചു. ഇനി ചെയ്യാറില്ലേ എന്ന് ചിലപ്പോൾ ചോദിക്കേണ്ടി വരും. നീ പത്രം വായിക്കാറില്ലേ? നീ സ്കൂളിൽ പോവാറില്ലേ? നീ ഓഫീസിൽ പോവാറില്ലേ? ഇത്തരം കാര്യങ്ങൾ ചോദിക്കേണ്ടി വരും. അതെങ്ങനെ ചോദിക്കാമെന്നാണ് അടുത്ത് പഠിക്കാൻ പോകുന്നത്. വളരെ സിമ്പിളാണ്. ഇവിടെ ശ്രദ്ധിക്കുക. ഹി ഡസിൻ പ്ലേ ചെസ് എവരി ഡേ, അവൻ എല്ലാ ദിവസവും ചെസ് കളിക്കാറില്ല. ഇനി കളിക്കാറില്ലേ എന്ന് ചോദിക്കണമെങ്കിൽ സബ്ജക്റ്റിന് ശേഷമുള്ള ഡസിൻ്റെ സബ്ജക്റ്റിന് മുൻപിലേക്ക് കൊണ്ടുവന്നാൽ മതി. അപ്പം എന്തായി? ഡസിൻ ഹി പ്ലേ ചെസ് എവരി ഡേ, അവൻ എല്ലാ ദിവസവും ചെസ് കളിക്കാറില്ലേ? ഹി ഡസിൻ പ്ലേ ചെസ് എവരി ഡേ എന്ന് പറഞ്ഞാൽ അവൻ എല്ലാ ദിവസവും ചെസ് കളിക്കാറില്ല. ഇനി ഈ സെൻറ്റൻസിനെ കളിക്കാറില്ലേ എന്ന് ചോദ്യമാക്കണമെങ്കിൽ സബ്ജക്റ്റിന് ശേഷമുള്ള ഡസിൻ്റെ സബ്ജക്റ്റിൻ്റെ മുൻപിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ ഡസിൻ ഹി പ്ലേ ചെസ് എവരി ഡേ, അവൻ എല്ലാ ദിവസവും ചെസ് കളിക്കാറില്ലേ? ഷീ ഡസിൻ പ്ലേ ചെസ് എവരി ഡേ, അവൾ എല്ലാ ദിവസവും ചെസ് കളിക്കാറില്ല. ഇനി അവൾ എല്ലാ ദിവസവും ചെസ് കളിക്കാറില്ലേ എന്ന് ചോദിക്കണമെങ്കിൽ ഈ ഡസിൻ്റെ ഷീയുടെ മുൻപിലേക്ക് കൊണ്ടുവരിക. അപ്പം എന്തായി മാറും? ഡസിൻ ഷീ പ്ലേ ചെസ് എവരി ഡേ, അവൾ എല്ലാ ദിവസവും ചെസ് കളിക്കാറില്ലേ? വളരെ സിമ്പിളാണ്. സബ്ജക്റ്റിന് ശേഷമുള്ള ഡസിൻ്റെ സബ്ജക്റ്റിൻ്റെ മുൻപിലേക്ക് കൊണ്ടുവരിക. ഇനി ഐ ഡോണ്ട് പ്ലേ ചെസ് എവരി ഡേ, ഞാൻ എല്ലാ ദിവസവും ചെസ് കളിക്കാറില്ല. നിങ്ങൾ എല്ലാ ദിവസവും ചെസ് കളിക്കാറില്ല എന്നെങ്ങനെ ചോദിക്കുക? ഇവിടെ ഐ ഡോണ്ട് പ്ലേ ചെസ് എവരി ഡേ, ഞാൻ എല്ലാ ദിവസവും ചെസ് കളിക്കാറില്ല. ഇനി ഞാൻ എല്ലാ ദിവസവും ചെസ് കളിക്കാറില്ലേ എന്ന് ഞാൻ എന്നോട് ചോദ്യം ചോദിക്കില്ലല്ലോ. എന്നോട് മറ്റുള്ളവരാ ചോദിക്കൽ നിങ്ങൾ ചെസ് കളിക്കാറില്ലേ എന്ന്. അപ്പോൾ ഈ ഐ എന്നുള്ളത് ക്വസ്റ്റ്യൻ ആക്കുമ്പോൾ യു ആയിട്ട് മാറും. അപ്പോൾ ഡോണ്ട് യു പ്ലേ ചെസ് എവരി ഡേ, നിങ്ങൾ എല്ലാ ദിവസവും ചെസ് കളിക്കാറില്ലേ? ഈ ഡോണ്ടിനെ സബ്ജക്റ്റിന് മുൻപിലേക്ക് കൊണ്ടുവന്നു. ക്ലിയർ അല്ലേ? ഐ ഡോണ്ട് പ്ലേ ചെസ് എവരി ഡേ എന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാ ദിവസവും ചെസ് കളിക്കാറില്ല. നീ അതിന് ചോദ്യമാക്കുമ്പോൾ ഞാൻ എല്ലാ ദിവസവും ചെസ് കളിക്കാറില്ല എന്ന് ഞാൻ എന്നോട് തന്നെ ചോദിക്കില്ലല്ലോ. അപ്പോൾ ഐ എന്നുള്ളതിനെ യു ആക്കി മാറ്റും. അപ്പോൾ ഡോണ്ട് യു പ്ലേ ചെസ് എവരി ഡേ, നിങ്ങൾ എല്ലാ ദിവസവും ചെസ് കളിക്കാറില്ലേ? സബ്ജക്റ്റിന് ശേഷമുള്ള ഡോണ്ടിനെ സബ്ജക്റ്റിന് മുൻപിലേക്ക് കൊണ്ടുവന്നു. ദേ ഡോണ്ട് പ്ലേ ചെസ് എവരി ഡേ, അവർ എല്ലാ ദിവസവും ചെസ് കളിക്കാറില്ല. ഇനി അവർ എല്ലാ ദിവസവും ചെസ് കളിക്കാറില്ല എന്ന് ചോദിക്കണമെങ്കിൽ ദേ എന്ന സബ്ജക്റ്റിന് ശേഷമുള്ള ഡോണ്ടിനെ ദൈൻ്റെ മുൻപിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ ഡോണ്ട് ദേ പ്ലേ ചെസ് എവരി ഡേ, അവർ എല്ലാ ദിവസവും ചെസ് കളിക്കാറില്ലേ? എക്സാമ്പിൾസ്, ഉദാഹരണങ്ങൾ ശ്രദ്ധിക്കുക. ഇവിടെ ഡസിൻ യുവർ വൈഫ് എബൈ യു, നിൻ്റെ വൈഫ് നിന്നെ അനുസരിക്കാറില്ലേ? ദെൻ ഡോണ്ട് യു ഗോ ടു സീ ഹിം, നീ അവനെ കാണാൻ പോകാറില്ലേ?
ഡസിൻ ഹി കം ഹിയർ ടു വിസിറ്റ് യു? ഡസിൻ ഹി കം ഹിയർ, അവൻ ഇവിടെ വരാറില്ലേ? എന്തിന്? ടു വിസിറ്റ് യു, നിന്നെ സന്ദർശിക്കാൻ, നിന്നെ കാണാൻ അവൻ ഇവിടെ വരാറില്ലേ എന്ന്. ഡോണ്ട് ദേ ഗോ ടു ടെമ്പിൾ ഓ ചർച്ച് ഓർ മോസ്ക് ടു പ്രേ, അവർ പ്രാർത്ഥിക്കാൻ പോകാറില്ലേ? ഡസിൻ ഹി കം ഹിയർ? ഡസിൻ ഹി കം ഹിയർ, അവൻ ഇവിടെ വരാറില്ലേ? ഹീ ഡസിൻ കം ഹിയർ എന്തിനെയാണ് നമ്മൾ ഇങ്ങനെയാക്കിയത്? അപ്പോൾ എന്താക്കുക, ഈ ഡസിൻ്റെ ഹീൻ്റെ മുൻപിലേക്ക് കൊണ്ടുവന്നാൽ മതി. അപ്പോൾ ഡസിൻ ഹി കം ഹിയർ, അവൻ ഇവിടെ വരാറില്ലേ? നെക്സ്റ്റ്, ഡോണ്ട് യു എക്സസൈസ് എവരി ഡേ, നീ അല്ലെങ്കിൽ നിങ്ങൾ എല്ലാ ദിവസവും വ്യായാമം ചെയ്യാറില്ലേ? അപ്പോൾ നമ്മൾ പഠിച്ചത് ചെയ്യാറുണ്ട് എന്നെങ്ങനെ പറയാം, ചെയ്യാറുണ്ടോ എന്നെങ്ങനെ ചോദിക്കാം, ചെയ്യാറില്ല എന്നെങ്ങനെ പറയാം, ചെയ്യാറില്ലേ എന്നെങ്ങനെ ചോദിക്കാം. ഈ കാര്യങ്ങളൊക്കെ പഠിച്ചു. കാരണം ഇതൊക്കെ സംസാരത്തിൽ നമുക്ക് ആവശ്യം വരും. അതുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കാൻ കാരണം. ഇനി ശ്രദ്ധിക്കുക, WH ക്വസ്റ്റ്യൻ. ഇതുവരെ ഞാൻ പഠിച്ച നമ്മൾ എസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. ഇത് WH ക്വസ്റ്റ്യൻ ആണ്. WH ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് അതിൻ്റെ സെൻറ്റൻസ് സ്ട്രക്ചർ ശ്രദ്ധിക്കുക. ആദ്യം ക്വസ്റ്റ്യൻ വേർഡ് വരും, പിന്നെ ഡസ് അല്ലെങ്കിൽ ഡു വരും, പിന്നെ സബ്ജക്റ്റ് വരും, പിന്നെ വേർബ് വരും. ഓക്കെ, ആദ്യം ക്വസ്റ്റ്യൻ വേർഡ് വരും, പിന്നെ ഡസ് വരും അല്ലെങ്കിൽ ഡു വരും. ഇതിൽ ഏതെങ്കിലും ഒന്നാണ് വരിക. പിന്നെ സബ്ജക്റ്റ് വരും, പിന്നെ വേർബ് വരും. ഈ സബ്ജക്റ്റ് ഹി, ഷീ, ഇറ്റ്, സിംഗുലർ നൗൺ ഇവയിൽപ്പെട്ട ഏതെങ്കിലും ഒന്നാണെങ്കിൽ ഡസ് വരും. ഈ സബ്ജക്റ്റ് ഐ, യു, ഐ, വി പ്ലൂരൽ നൗൺ ഇവയിൽപ്പെട്ട ഏതെങ്കിലും ഒന്നാണെങ്കിൽ ഡു വരും. അതാണ് ഈ സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ. ഈ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഈ ഒരു രീതിയിലാണ് വരിക. നമുക്ക് ഉദാഹരണങ്ങൾ നോക്കാം. ഹൗ ഡസ് ഹി ഗോ ടു സ്കൂൾ, അവൻ എങ്ങനെയാണ് സ്കൂളിൽ പോകാറുള്ളത്? അപ്പോൾ ഹൗ ക്വസ്റ്റ്യൻ വേർഡ് ആദ്യം വന്നു, പിന്നെ ഡസ് വന്നു, പിന്നെ സബ്ജക്റ്റ് ഹി വന്നു, പിന്നെ വേർബ് വന്നു. അപ്പോൾ ഹി എന്നുള്ളത് സബ്ജക്റ്റായി വന്നപ്പോൾ ഡസ് വന്നു. ഈ ഹീയുടെ സ്ഥാനത്ത് ഐ, യു, ഐ, വി പ്ലൂരൽ നൗൺ ഇവയിൽപ്പെട്ട ഏതെങ്കിലും ഒന്നാണെങ്കിൽ ഡു വരും. അപ്പോൾ ഹൗ ഡസ് ഹി ഗോ ടു സ്കൂൾ, അവൻ എങ്ങനെയാണ് സ്കൂളിൽ പോകാറുള്ളത്? നെക്സ്റ്റ്, വെൻ ഡു യു ഗെറ്റ് അപ്പ്, നീ എപ്പോഴാണ് എണീക്കാറുള്ളത്? യു വന്നപ്പോൾ ഡു ആണ് വന്നത്. വെൻ ഡു യു ഗെറ്റ് അപ്പ്, നീ എപ്പോഴാണ് എണീക്കാറുള്ളത്? ദെൻ വൈ ഡോണ്ട് യു ഡ്രിങ്ക് മിൽക്ക്, നീ എന്തുകൊണ്ട് പാൽ കുടിക്കാറില്ല? അപ്പോൾ ഒരാൾ പറഞ്ഞു ഞാൻ പാൽ കുടിക്കാറില്ല. അപ്പോൾ നമ്മൾ ചോദിക്കണേ, നീ എന്തുകൊണ്ടാണ് പാൽ കുടിക്കാത്തത്? വൈ ഡോണ്ട് യു ഡ്രിങ്ക് മിൽക്ക്? ദെൻ വെൻ ഡു യു സ്റ്റഡി യുവർ ലെസൺസ്, നിങ്ങൾ എപ്പോഴാണ് നിങ്ങളുടെ ലെസൺസ് പാഠങ്ങൾ പഠിക്കാറുള്ളത്? വെൻ ഡു യു സ്റ്റഡി യുവർ ലെസൺസ്, നിങ്ങൾ എപ്പോഴാണ് നിങ്ങളുടെ പാഠങ്ങൾ പഠിക്കാറുള്ളത്? ദെൻ വാട്ട് ടൈംസ് എന്നാൽ എത്ര മണിക്ക് അല്ലെങ്കിൽ എപ്പോൾ? വാട്ട് ടൈംസ് ഡസ് ഷീ ഗോ ടു വർക്ക്, അവൾ എപ്പോഴാണ് ജോലിക്ക് പോകാറുള്ളത്? ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് WH ക്വസ്റ്റ്യൻ ആണ്. കൂടുതൽ ഉദാഹരണങ്ങൾ നോക്കാം. ഹൂസ് ബൈക്ക് യൂഷ്വലി ഡു യു യൂസ്, ഇനി സാധാരണയായി ആരുടെ ബൈക്കാണ് ഉപയോഗിക്കാറുള്ളത്? വെൻ ഡു യു ഗോ ടു സ്കൂൾ, നീ എപ്പോഴാണ് സ്കൂളിൽ പോകാറുള്ളത്? വെൻ ഡു യു ഗോ ടു സ്കൂൾ, നീ എപ്പോഴാണ് സ്കൂളിൽ പോകാറുള്ളത്? വെൻ ഡസ് ഷീ ഗോ ചർച്ച്, അവൾ എപ്പോഴാണ് ചർച്ചിൽ പോകാറുള്ളത്? ഓ ഡു യു പ്ലേ ടെന്നീസ്, നീ എവിടെയാണ് ടെന്നീസ് കളിക്കാറുള്ളത്? വെൻ ഡു യു സ്റ്റഡി, നീ എപ്പോഴാണ് പഠിക്കാറുള്ളത്? ഒരാൾ പറഞ്ഞു ഞാൻ പഠിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ചോദിക്കും വെൻ ഡു യു സ്റ്റഡി, നീ എപ്പോഴാണ് പഠിക്കാറുള്ളത്? ദെൻ വാട്ട് ഡസ് ഹീ പ്ലേ, അവന് എന്താണ് കളിക്കാറുള്ളത്? ഒരാൾ പറഞ്ഞു ഞാൻ കളിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ചോദിക്കും എന്താണ് കളിക്കാറുള്ളത്? വാട്ട് ഡസ് ഹീ പ്ലേ, അവൻ എന്താണ് കളിക്കാറുള്ളത്? വെൻ ഡു യു പ്ലേ, നീ എപ്പോഴാണ് കളിക്കാറുള്ളത്? ഓക്കെ, അപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. കളിക്കാറുണ്ട് എന്നെങ്ങനെ പറയാമെന്ന് പഠിച്ചു, കളിക്കാറുണ്ടോ എന്നെങ്ങനെ ചോദിക്കാമെന്ന് പഠിച്ചു, കളിക്കാറില്ല എന്നെങ്ങനെ പറയാമെന്ന് പഠിച്ചു, കളിക്കാറില്ല എന്ന് ചോദിക്കാം എങ്ങനെ പഠിച്ചു, ഇനി എവിടെയാണ് കളിക്കാറുള്ളത്, അല്ലെങ്കിൽ എന്താണ് കളിക്കാറുള്ളത്, അല്ലെങ്കിൽ എപ്പോഴാണ് കളിക്കാറുള്ളത്, ഇതൊക്കെ നമ്മൾ ചോദിക്കാൻ വേണ്ടി പഠിച്ചു. ഇനി ശ്രദ്ധിക്കുക, അപ്പോൾ ചോദ്യങ്ങൾ എങ്ങനെ ചോദിക്കാമെന്ന് പഠിച്ചു. ഇനി അതെങ്ങനെ മറുപടി പറയേണ്ടത്? ഡസ് ഹി റീഡ് ന്യൂസ് പേപ്പർ? എന്നാൽ അവൻ ന്യൂസ് പേപ്പർ വായിക്കാറുണ്ടോ? അവൻ ന്യൂസ് പേപ്പർ വായിക്കാറുണ്ടോ? ഇത് ഒരു എസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അത് എസ് ഓർ നോ ക്വസ്റ്റ്യൻ എങ്ങനെ ചോദിക്കാമെന്ന് നമ്മൾ പഠിച്ചതാണ്. ഇതിൻ്റെ ആൻസർ പറയാനും പഠിക്കണ്ടേ? അപ്പോൾ അവൻ പത്രം വായിക്കാറുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും? യെസ് ഹി ഡാസ്. ഇതൊരു ഷോർട്ട് ആൻസർ ആണ്. യെസ് ഹി ഡാസ്. ഇത് നമ്മൾ വേറെ രീതിയിലും ആൻസർ പറയാൻ പറ്റും. എങ്ങനെ? യെസ് ഹി റീഡ്സ് ന്യൂസ് പേപ്പർ. അതെ, അവൻ ന്യൂസ് പേപ്പർ വായിക്കാറുണ്ട്. ഈ രണ്ട് രീതിയിലും പറയാം. ഓക്കെ, ഇതൊരു ഷോർട്ട് ഫോം ആണ്. ഇതൊന്നും കൂടി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുകയാണ്. ഇനി വായിക്കാറില്ലെങ്കിലോ? ചോദ്യം എന്താണ്? അവൻ ന്യൂസ് പേപ്പർ വായിക്കാറുണ്ടോ എന്നാണല്ലോ. ന്യൂസ് പേപ്പർ വായിക്കാറില്ലെങ്കിൽ നമ്മളെന്ത് പറയും? നോ ഹി ഡസിൻറ്റ്. ഇല്ല, അവൻ വായിക്കാറില്ല. ഷോർട്ട് ആൻസർ ആണ്. ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് പറയുകയാണെങ്കിൽ നോ ഹി ഡസിൻ റീഡ് ന്യൂസ് പേപ്പർ. അവൻ ന്യൂസ് പേപ്പർ വായിക്കാറില്ല.
സ്പോക്കണിലൊക്കെ നമ്മൾ സാധാരണ ഷോർട്ട് ആൻസറാണ് ഉപയോഗിക്കാറുള്ളത്. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ, ഡു ദൈ റീഡ് ന്യൂസ് പേപ്പർ? അവർ ന്യൂസ് പേപ്പർ വായിക്കാറുണ്ടോ? ഇവിടെ അവനാണ്, ഇവിടെ അവൻ, സോറി ഇവിടെ അവർ, ഇവിടെ അവൻ, ഇവിടെ അവർ. ഡു ദൈ റീഡ് ന്യൂസ് പേപ്പർ? അവർ ന്യൂസ് പേപ്പർ വായിക്കാറുണ്ടോ? ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയണം? യെസ് ദൈ ഡു, അതെ അവർ വായിക്കാറുണ്ട്. ഇതൊരു ഷോർട്ട് ആൻസറാണ്. ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്ത് പറയുകയാണെങ്കിൽ യെസ് ദൈ റീഡ് ന്യൂസ് പേപ്പർ, അതെ അവർ വായിക്കാറുണ്ട്. ഇല്ലെങ്കിലോ നോ ദൈ ഡോണ്ട്, ഇല്ല അവർ വായിക്കാറില്ല. ഇത് ഷോർട്ട് ആൻസറാണ്. ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്ത് പറയുകയാണെങ്കിൽ നോ ദൈ ഡോണ്ട് റീഡ് ന്യൂസ് പേപ്പർ, ഇല്ല അവർ ന്യൂസ് പേപ്പർ വായിക്കാറില്ല. ഓക്കെ, അപ്പോൾ ചോദ്യങ്ങളാണ് ചോദിക്കാം, അതിനെങ്ങനെ മറുപടി പറയാമെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി സമ്മറിയാണ്. സമ്മറി ഇതുവരെ പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടെ പെട്ടെന്ന് മനസ്സിലാകുന്നതിന് വേണ്ടി ഒന്ന് ചുരുക്കി പറയാം. ആദ്യമായി, ഷീ പ്ലേസ് ചെസ് എവറി ഡേ, അവൾ എന്നും ചെസ്സ് കളിക്കാറുണ്ട്. ഷീ സബ്ജക്റ്റായി വന്നപ്പോൾ വേർബിൻ്റെ ശേഷം എസ് വന്നു. സബ്ജക്റ്റ്, വേർബ്, ഒബ്ജക്റ്റ്, ഈ രീതിയിലായിരിക്കും സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൻ്റെ സെൻറ്റൻസ് സ്ട്രക്ചർ എന്ന് ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്. ഇതിൽ സബ്ജക്റ്റ് ഷീ, ഹി, ഈറ്റ്, സിംഗുലർ നൗൺ എന്നിവയിൽപ്പെട്ട ഏതെങ്കിലും ആണെങ്കിൽ വേർബിൻ്റെ കൂടെ എസ് വരും. അപ്പോൾ ഷീ പ്ലേസ് ചെസ് എവറി ഡേ, അവൾ എന്നും ചെസ്സ് കളിക്കാറുണ്ട്. ഇനി അവൾ എന്നും ചെസ്സ് കളിക്കാറുണ്ടോ എന്ന് ചോദിക്കണമെങ്കിൽ ഡസ് ഷീ പ്ലേ ചെസ് എവറി ഡേ, അവൾ എന്നും ചെസ്സ് കളിക്കാറുണ്ടോ? ഷീ സബ്ജക്റ്റായി വന്നാൽ അതിന് മുമ്പിൽ ഡസ് ചേർക്കണം, വേർബിൻ്റെ അവസാനം എസ് ഒഴിവാക്കണം. അപ്പോൾ ഡസ് ഷീ പ്ലേ ചെസ് എവറി ഡേ, അവൾ എന്നും ചെസ്സ് കളിക്കാറുണ്ടോ? ഇനി അവൾ എന്നും ചെസ്സ് കളിക്കാറില്ല എന്നെങ്ങനെ പറയാം? ഷീ സബ്ജക്റ്റായി വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഷീക്ക് ശേഷം ഡസിൻ്റെ ചേർക്കണം, വേർബിൻ്റെ കൂടെയുള്ള യെസ്സിനെ ഒഴിവാക്കണം. അപ്പോൾ എന്തായി മാറും? ഷീ ഡസിൻ പ്ലേ ചെസ് എവറി ഡേ, അവളൊന്നും ചെസ്സ് കളിക്കാറില്ല. ഷീ ഡസിൻ പ്ലേ ചെസ് എവറി ഡേ, അവളൊന്നും ചെസ്സ് കളിക്കാറില്ല. ഇനി അവളൊന്നും ചെസ്സ് കളിക്കാറില്ലേ എന്ന് ചോദിക്കണമെങ്കിൽ ഈ ഡസിൻ്റെ ഷീയുടെ മുൻപിലേക്ക് കൊണ്ടുവന്നാൽ മതി. പഠിച്ചതാണ് നമ്മളെ. ഡസിൻ ഷീ പ്ലേ ചെസ് എവറി ഡേ, അവൾ എന്നും ചെസ്സ് കളിക്കാറില്ലേ. ഇനി WH ക്വസ്റ്റ്യൻ എങ്ങനെ ചോദിക്കാം? വട്ട് ഡസ് ഷീ പ്ലേ, അവൾ എന്താണ് കളിക്കാറുള്ളത്? ആദ്യം ക്വസ്റ്റ്യൻ വേർഡ് വന്നു, പിന്നെ ഡസ് വന്നു, പിന്നെ സബ്ജക്റ്റ് വന്നു, പിന്നെ വേർബ് വന്നു. ഈ WH ക്വസ്റ്റ്യൻ്റെ സെൻറ്റൻസ് സ്ട്രക്ചർ നമ്മൾ പഠിച്ചതാണ്. ഇനി ഇവിടെ ശ്രദ്ധിക്കുക, ഐ പ്ലേ ചെസ് എവറി ഡേ, ഞാൻ എന്നും ചെസ്സ് കളിക്കാറുണ്ട്. ഐ സബ്ജക്റ്റായി വരുമ്പോൾ ഐ, യു, ദൈ, വി പ്ലൂരൽ നൗൺ സബ്ജക്റ്റായി വരുമ്പോൾ വേർബിൻ്റെ അവസാനം എസ് ചേർക്കില്ല, ഇവിടെ ചേർത്തിട്ടില്ല. ഐ പ്ലേ ചെസ് എവറി ഡേ, ഞാൻ എന്നും ചെസ്സ് കളിക്കാറുണ്ട്. ഇനി അടുത്ത് ശ്രദ്ധിക്കുക, നിങ്ങൾ എന്നും ചെസ്സ് കളിക്കാറുണ്ടോ എന്നെ ചോദിക്കാം. ഡു യു പ്ലേ ചെസ് എവറി ഡേ? ഡു യു പ്ലേ ചെസ് എവറി ഡേ? നിങ്ങളെന്നും ചെസ്സ് കളിക്കാറുണ്ടോ? ചോദ്യം ചോദിക്കുമ്പോൾ ഐ എന്നുള്ളത് ഡു ആയിട്ട് മാറും, കാരണം നമ്മോട് തന്നെ ചോദ്യം ചോദിക്കില്ലല്ലോ. അപ്പോൾ യു ആയിട്ട് മാറും. അപ്പോൾ ഡു യു പ്ലേ ചെസ് എവറി ഡേ, നിങ്ങളെന്നും ചെസ്സ് കളിക്കാറുണ്ടോ? ഇനി ഞാൻ ചെസ്സ് കളിക്കാറില്ല എന്ന് പറയാം. ഐ ആണ് സബ്ജക്റ്റ്, അപ്പോൾ ഐക്കേഷൻ ഡോണ്ട് ചേർത്താൽ മതി. ഐ ഡോണ്ട് പ്ലേ ചെസ് എവറി ഡേ, ഞാൻ എന്നും ചെസ്സ് കളിക്കാറില്ല. നിങ്ങളെന്നും ചെസ്സ് കളിക്കാറില്ല എന്ന് ചോദിക്കണമെങ്കിൽ ഈ ഡോണ്ടിനെ ഐൻ്റെ മുൻപിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ ഡോണ്ട് യു, ഐ എന്നുള്ളത് യു ആയിട്ട് മാറും, ഓൾറെഡി പറഞ്ഞതാണ്. ഡോണ്ട് യു പ്ലേ ചെസ് എവറി ഡേ, നിങ്ങളൊന്നും ചെസ്സ് കളിക്കാറില്ലേ. ഇനി WH ക്വസ്റ്റ്യൻ നോക്കാം. വട്ട് ഡു യു പ്ലേ, നിങ്ങൾ എന്താണ് കളിക്കാറുള്ളത്? അപ്പോൾ ശ്രദ്ധിക്കുക, വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് പഠിച്ചത്, കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി കൂടുതൽ ഉദാഹരണങ്ങൾ വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഞാനത് ടൈപ്പ് ചെയ്യുന്നുണ്ട്, ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക. ഇനി ഇതുവരെ പഠിച്ച കാര്യങ്ങളെ ബേസ് ചെയ്ത് നിങ്ങളൊരു ചെറിയൊരു ആക്ടിവിറ്റിയാണ്. നിങ്ങൾ പതിവായി ചെയ്യാറുള്ള 5 കാര്യങ്ങൾ പറയുക. നിങ്ങൾ പതിവായി ചെയ്യാറുള്ള 5 കാര്യങ്ങൾ പറയുക. പതിവായി ചെയ്യാറുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയുന്നതിന് വേണ്ടിയാണ് ഈ ടെൻസ് ഉപയോഗിക്കുന്നത്. പതിവായി ചെയ്യുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നമ്മുടെ ശീലങ്ങൾ അതിൽപ്പെടും. നമ്മൾ ദിനചര്യയുടെ ഭാഗമായിട്ട് എന്ന് ചെയ്യുന്ന കാര്യങ്ങൾ ഇതിൽപ്പെടും. ആഴ്ചയിലോ മാസത്തിലോ വർഷത്തിലോ പതിവായി ചെയ്യുന്ന കാര്യങ്ങളും ഇതിൽപ്പെടും. അപ്പോൾ നിങ്ങൾ ചെയ്യുന്നൊരു 5 കാര്യങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുന്നു, കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. അതോടുകൂടി ഈ ടെൻസ് ക്ലിയർ ആകും. ഈ ടെൻസിന് ഒരുപാട് ഉപയോഗമുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു ഉപയോഗം മാത്രമാണ് നമ്മൾ പഠിച്ചത്. ബാക്കി ഉപയോഗങ്ങൾ വരും ലെസണുകൾ നമ്മൾ പഠിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ലെസൺ എല്ലാവർക്കും കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്.